ജിൻഡോയും സിജോയും തമ്മിൽ പൊരിഞ്ഞ അടി. ഇന്ന് നടക്കുന്ന തലയണ മന്ത്രം ടാസ്കിലാണ് പൊരിഞ്ഞടി നടക്കുന്നത്. ഏറ്റവും കൂടുതൽ തലയണ ഉണ്ടാക്കുന്നവർക്കാണ് മാർക്ക് കൂടുതൽ. അവിടെ പഞ്ഞികളെല്ലാവരും കൊണ്ടുവന്ന് ശേഖരിക്കുന്നുണ്ട്. ആ ശേഖരിച്ച പഞ്ഞി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ തലയണകൾ ഉണ്ടാക്കാനാണ് അവിടെ ടാസ്ക് കൊടുത്തിരിക്കുന്നത്. അവിടെ സിജോയും അപ്സരയും ചേർന്ന് ഒരുപാട് തലയണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ ജിൻഡോ നോക്കിയ സമയത്ത് തലയണയുടെ പഞ്ഞി കുറവാണ്. തല വെച്ച് കിടക്കുമ്പോൾ തല താഴെ മുട്ടും എന്നാണ് ജിൻഡോ അവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ തലയണകൾ എല്ലാം തന്നെ റിജക്റ്റ് എന്നാണ് അവിടെ ജിൻഡോ പറയുന്നത്. സിജോ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വാക്ക് തർക്കം നടക്കുന്നുണ്ട്. അതല്ല രസം, അവിടെ ജിൻഡോയുടെ അച്ഛനമ്മയും വന്നിട്ടുണ്ട്, നന്ദനയുടെ ഫാമിലി വന്നിട്ടുണ്ട്. രണ്ട് ഫാമിലിയുടെ മുന്നിൽ വെച്ചാണ് എന്തായാലും പൊരിഞ്ഞടി അവിടെ നടക്കുന്നത്. ജിൻഡോയുടെ അമ്മ അച്ഛനുള്ള ദിവസം തന്നെ ജിൻഡോ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തി എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അവർക്ക് വഴക്കിടാൻ പറ്റിയ കണ്ടന്റുകൾ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇനി ഗെയിമുകൾ വരുന്നതിനനുസരിച്ചായിരിക്കും അവർക്ക് കണ്ടന്റുകൾ കിട്ടുന്നത്. ആ കിട്ടുന്ന അവസരത്തിൽ അത് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ടാസ്ക്. ആ ടാസ്ക് അതിമനോഹരമായിട്ട് ജിൻഡോ ചെയ്യുന്നുണ്ട്, കൂടെ സിജോയും ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കിട്ടിയ അവസരം അവർ എന്തായാലും ഉപയോഗിക്കണമല്ലോ, എന്നാൽ മാത്രമേ അവർക്ക് അവിടെ ശ്രദ്ധ കിട്ടുള്ളൂ. അത് തന്നെയാണ് അവർ ചെയ്യുന്നത് എന്ന് തന്നെയാണ് കരുതുന്നത്. ജിൻഡോയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഒരു അടിയും വഴക്കും ഒന്നുമില്ലെങ്കിൽ പോലും നൈസായിട്ട് ജിൻഡോ ഫൈനലിലെത്തും, വിജയിക്കുകയും ചെയ്യും. എന്നിരുന്നാലും അവിടെ വെറുതെ ഇരിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ അവിടെ ആരാധകർക്ക് വേണ്ട കണ്ടന്റ് നൽകുക എന്നുള്ളതാണ്.